ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മധുരമുള്ള ഹണി ഗാർലിക് ചിക്കനാണ്. നല്ല ടേസ്റ്റാണ് ഇത് തയ്യാറാക്കി വരുമ്പോൾ. നമുക്കിത് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് അതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നമുക്ക് നോക്കാം. ആവശ്യത്തിനുള്ള ചിക്കൻ നല്ലതുപോലെ കഴുകിയെടുക്കുക. ഇത് ഞാൻ കുറച്ച് വലിപ്പം കൂടിയ പീസാക്കിയാണ് കുറച്ച് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി ഒരു ബൗളിലാക്കിയതാണ്. വെള്ളമില്ലാതെ വേണം എടുക്കാൻ. ഇതിന് നമുക്കൊന്ന് കുറച്ച് സാധനങ്ങൾ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതൊരു 10 മിനിറ്റ് മതിയാകും. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഇതിലോട്ട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇത് കുറച്ച് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. അതേ അളവിലെ സ്പൂണിൽ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി, ആട്ടമാവുണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ളതോ ഇല്ലാത്തതോ ഇഷ്ടമുള്ളതോ ചേർക്കാം. കുറച്ച് എരിവും കൂടെ പറഞ്ഞത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ നല്ല കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ കൂടി ഒന്ന് അടിച്ച് പതപ്പിച്ചതാണ്, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് കൂടാതെ ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതിയാകും. നമ്മളിതിലോട്ട് സോയാ സോസൊക്കെ ചേർക്കുന്നുണ്ട് ഇത് ഹണി ചിക്കൻ തയ്യാറാക്കി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ ചെറുതായിട്ട് ചേർത്താൽ മതിയാകും. ഇതൊക്കെ കൂടി ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. വെച്ചില്ലെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ 10 മിനിറ്റ് ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ചേർക്കാം. വെളിച്ചെണ്ണ മാത്രം ഇതിൽ ചേർക്കരുത്. അങ്ങനെ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് അടപ്പുകൊണ്ട് അടച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒരു ഭാഗം മറിച്ചിട്ടതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത്. ഇതുപോലെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പുകൊണ്ട് അടച്ച് കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചും കൂടെ എടുക്കാം. നമ്മുടെ ഈ ഹണി ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ മിനിറ്റുകൾ മതിയാകും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. ഇത് ഏതാണ്ട് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റാം. ഇതിന് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ചിക്കൻ മാറ്റിയതിന് ശേഷം ഈ പാനിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിലെ ഓയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്കിതിൽ കുറച്ച് സോസ് ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതിൻ്റെ ഇരട്ടിക്ക് 4 ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ചില്ലി സോസ് ചേർക്കാനുണ്ട്. അതിന് മുന്നേ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഗാർലിക് കുറച്ച് ചതച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചില്ലി സോസ് റെഡ് കളറല്ല ഗ്രീൻ കളറിലെ ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഹണിയാണ്. ഹണി ഒരു 2.5 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല തിളയ്ക്കുന്നുണ്ട്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 2-3 മിനിറ്റ് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറും കൂടെ ഇതിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സോസിലോട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ തയ്യാറായിട്ടുണ്ട്.
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടപ്പ് കൊണ്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഹണി ഗാർലിക് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പല ടൈപ്പിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നു. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയില ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ചധികം മല്ലിയില ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചൂട് ചിക്കനിലോട്ട് കുറച്ചധികം മല്ലിയിലയൊക്കെ ചേർത്ത് കഴിച്ചു നോക്കുക. വളരെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് അധികം മധുരവും ഇല്ല, അധികം എരിവും ഇല്ല. ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റമദാൻ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.